കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തു നിന്നും വിശ്വകലയായി വളർന്നു വന്ന കലാരൂപം. ഇന്ന് വിശ്വകലയായി വളർന്ന് വികസിച്ചിട്ടുള്ള കഥകളിയുടെ ജന്മദേശം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര രാജകുടുംബാംഗമായ ബാലവീര കേരളവർമ്മ രചിച്ച രാമനാട്ടമാണ് പിന്നീട് കഥകളിയായി വികസിച്ചത്. ഒരിക്കൽ കൊട്ടാരക്കര തമ്പുരാൻ കോഴിക്കോട്ട് മാനവേദ രാജാവിൻ്റെ കൃഷ്ണനാട്ട സംഘത്തെ ഒരു അടിയന്തരം പ്രമാണിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ കൃഷ്ണനാട്ടം കണ്ട് രസിക്കാൻ കഴിവുള്ളവർ തെക്കൻ നാട്ടിലില്ലെന്ന് പറഞ്ഞ് സാമൂതിരി ആ ക്ഷണം നിരസിച്ചു. അതിൽ വാശി തോന്നിയ കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടത്തിന് പകരം രാമനാട്ടം നിർമ്മിച്ച് നിശ്ചിത ദിവസം തന്നെ രംഗത്ത് അവതരിപ്പിച്ചു. രാമനാട്ടത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയുള്ള ഈ ഐതിഹ്യം പ്രസിദ്ധമാണ്. AD 1653 1694 ഇടയ്ക്കാണ് രാമനാട്ടം രചിച്ചതെന്ന് കരുതപ്പെടുന്നു. കലാസാഹിത്യ രംഗത്ത് ഈ പാരമ്പര്യം തുടരാൻ കൊല്ലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മലയാള മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ച അഴകത്ത് E. പത്മനാഭക്കുറുപ്പ്, KC കേശവപിള്ള, CS സുബ്രഹ്മണ്യം പോറ്റി, CV കുഞ്ഞിരാമൻ, പന്നിശ്ശേരി നാണുപിള്ള, മുഴുങ്ങോട്ടുപിള്ള കൃഷ്ണപിള്ള, ഇളംകുളം കുഞ്ഞംപിള്ള, ശൂരനാട് കുഞ്ഞംപിള്ള, പുളിമാന പരമേശ്വരൻപിള്ള, പരവൂർ കേശവനാശാൻ, ലളിതാംബിക അന്തർജനം, പട്ടത്തുപിള്ള കരുണാകരൻ, കടവൂർ ചന്ദ്രൻപിള്ള തുടങ്ങി അനേകം പേർ കൊല്ലത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവിസ്മരണീയരാണ്. EV കൃഷ്ണപിള്ളയുടെ ജന്മദേശം കുന്നത്തൂരാണ്. S. ഗുപ്തൻ നായർ, ONV കുറുപ്പ്, ദേവരാജൻ മാസ്റ്റർ, K. സുരേന്ദ്രൻ, തിരുനെല്ലൂർ കരുണാകരൻ, പുനലൂർ ബാലൻ, പത്മന രാമചന്ദ്രൻ നായർ, P. സുബ്ബയ്യ പിള്ള, പഴവിള രമേശൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി പ്രശസ്തരായ ധാരാളം സാഹിത്യകാരന്മാർക്ക് കൊല്ലം ജില്ല ജന്മം നൽകിയിട്ടുണ്ട്. മലയാള കവിതയുടെ മണിനാഥമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ള അന്ത്യനിദ്ര കൊള്ളുന്നത് കൊല്ലത്തെ മുളങ്കാടകം ശ്മശാനത്തിലാണ്. മുളങ്കാടകം ശ്മശാനത്തിന് മുന്നിൽ കവിക്ക് സ്മാരകവുമുണ്ട്. KPACയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നത് കൊല്ലത്തെ പുനലൂരാണ്. അഡ്വക്കേറ്റ് പുനലൂർ N. രാജഗോപാലൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. സംഗീത നാടക അഭിനേതാവായിരുന്ന ഓച്ചിറ വേലിക്കുട്ടി, പ്രശസ്ത കഥകളി നടനായിരുന്ന ഓയൂർ കൊച്ചുഗോവിന്ദപിള്ള, ചലച്ചിത്ര രംഗത്ത് നിന്നും മിന്നുന്ന താരമായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് മുരളി, ജയൻ, കഥാപ്രസംഗ രംഗത്ത് അധികായകരായിരുന്ന B. സാംബശിവൻ, ചലച്ചിത്ര നിർമ്മാണത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള K. രവീന്ദ്രനാഥൻ നായർ, ചലച്ചിത്രത്തിലെ ശബ്ദ മിശ്രണത്തിന് ഓസ്കാർ അവാർഡ് വരെ നേടിയ റസൂൽ പൂക്കുട്ടി തുടങ്ങിയ അനേകം പ്രതിഭകൾക്ക് കൊല്ലം ജില്ല ജന്മം നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര പുളി പോലെ കൊല്ലം ജില്ലയ്ക്ക് സ്വന്തമായ ചില നാട്ടറിവുകളുമുണ്ട്. കേരളത്തിലെ വൻകിട ജലസേചന പദ്ധതികളിൽ ഒന്നായ കല്ലട പദ്ധതിയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. കേരളത്തിലെ ആദ്യകാല ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രവും കൊല്ലത്ത് പ്രവർത്തിക്കുന്നു. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത വിധത്തിൽ കാനന ഭംഗി ആസ്വദിക്കുന്നതിനും വനയാത്ര നടത്തുന്നതിനുമുള്ള സൗകര്യം കൊല്ലത്തുണ്ട്. പ്രസിദ്ധമായ പാലരുവി ജലപാതം കൊല്ലത്തെ തെന്മലയിലാണ്. കായൽ ടൂറിസം ഒരു വ്യവസായമെന്ന നിലയിൽ കൊല്ലം ജില്ലയിൽ പുരോഗതി നേടിയിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ സമാധി പീഠം കൊല്ലത്തെ പന്മലയിലാണ്. വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമായിയുടെ ആശ്രമവും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കേരളത്തിൽ ആദ്യം അച്ചടി നടപ്പായത് കൊല്ലത്താണ്. ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു ലഘുഗ്രന്ഥത്തിൻ്റെ പരിഭാഷയായ തമിഴ് കൃതി കൊല്ലത്തെ ദിവ്യരക്ഷകൻ്റെ കലാലയത്തിൽ 1578 ഒക്ടോബർ 20 അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ ഒരു പ്രതിയേ ഇന്ന് ഉള്ളൂ. അത് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണ്. ഇന്ത്യയിൽ ആദ്യം അച്ചടി ആരംഭിച്ചത് ഗോവയിലാണ് 1556. മറാത്തിയിലും കൊങ്ങിണിയിലുമായിരുന്നു അച്ചടി. പക്ഷേ ഇതിൽ ഉപയോഗിച്ചത് റോമൻ ലിപിയാണ്. ഒരു ഇന്ത്യൻ ലിപിയിൽ ആദ്യം അച്ചടിച്ചത് കൊല്ലത്താണ് എന്ന കാര്യം ഇന്ത്യയുടെ അച്ചടിയുടെ ചരിത്രത്തിൽ പ്രധാന വസ്തുതയാണ്. 1886 ഓഗസ്റ്റ് 8 SD റെഡ്ഡിയാർ കൊല്ലത്ത് ആരംഭിച്ച പ്രസ്സും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും നിർവഹിച്ച സേവനങ്ങൾ വിസ്മരിക്കാനാവില്ല. ശ്രീരാമവിലാസം പ്രസ് ആൻഡ് ബുക്ക് ഡിപ്പോയും അമൂല്യമായ പ്രാചീന കൃതികൾ ഉൾപ്പെടെയുള്ള അനവധി ഗ്രന്ഥങ്ങൾ പ്രകാശിപ്പിച്ചു. ശ്രീരാമവിലാസം പ്രസ്സിൽ നിന്ന് 1929 KG ശങ്കർ വാരികയായി ആരംഭിച്ച മലയാള രാജ്യം 1930 ദിനപത്രമായി.
1911 CV കുഞ്ഞിരാമൻ്റെ പത്രാധിപത്യത്തിൽ മയ്യനാട്ട് നിന്നും പ്രസിദ്ധപ്പെടുത്തിയ കേരളകൗമുദി വാരികയാണ് ദിനപത്രമായി പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. 1948 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ജനയുഗം വാരിക പിന്നീട് ദിനപത്രമായി. R. കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോഴും ആ പാരമ്പര്യം പുലർത്തുന്നു. കൊല്ലത്തെ പ്രസാധക രംഗം ഇപ്പോൾ ഏറെ വികസിച്ചിട്ടുണ്ട്. മിക്ക മലയാള ദിനപത്രങ്ങൾക്കും കൊല്ലം എഡിഷനുകൾ ഉണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.